അപ്പോൾ എല്ലാവരും ഇടിക്കുന്ന ഒരു ശബ്ദം കേട്ടോ, അത് വേറൊന്നും അല്ല കേട്ടോ, ഞാൻ പുളി ഇടിക്കുന്ന ശബ്ദമാണ്. രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് പുളിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ കണ്ട പുളിയാണ്. ഇന്നലെ നമ്മൾ സന്ധ്യാസമയത്ത് കുറേ പുളുങ്കുരുവൊക്കെ എടുത്തിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ പുളിയാണ് കേട്ടോ. ഇന്ന് രാവിലെ എടുത്തപ്പോഴത്തേക്ക് അത് നല്ല ഈർപ്പം തട്ടി വെച്ചിട്ടുണ്ട്. ഈർപ്പം തട്ടിയ ഉടനെ തന്നെ ആ പുളി അങ്ങോട്ട് ഇടിച്ചെടുക്കാൻ നല്ല മയത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ രാവിലെ നമ്മൾ പുളി ഇടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആട്ടുകല്ലിലാണ് ഇടിക്കേണ്ടത്. ഇപ്പോൾ ഒലക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മിക്കല്ലിലാണ് ഇടിച്ചെടുക്കാൻ പോകുന്നത്. ഇടിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു പാത്രത്തിൽ ഇച്ചിരി ഉപ്പ് വെള്ളം അടുത്ത് വെക്കണം. അത് കൂടെ ഈ പുളിയിലൊന്ന് തടവാനാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ കുറച്ച് പുളി അങ്ങോട്ട് വിതറിയിട്ടിട്ട് അതിൻ്റെ മേളിൽ കുറേ ഉപ്പ് അങ്ങോട്ട് ഇടണം. ഉപ്പ് കല്ലാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഉപ്പ് കല്ല് വാങ്ങിക്കാൻ മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതിനെ നല്ലതുപോലെ ഇടിച്ചൊരു പരുവത്തിലാക്കിയിട്ട് അതിൻ്റെ മേളിൽ പിന്നെയും പുളിയും ഉപ്പും കൂടെ വിതറി നല്ലതുപോലെ ഇടിച്ച് നല്ലതുപോലെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് പുളിവെള്ളം ഇങ്ങനെ ഇതിൻ്റെ മേളിൽ ഇച്ചിരി വീതം ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് കുഴച്ച് റൗണ്ട് ഷേപ്പിൽ പരത്തി അങ്ങോട്ട് എടുക്കും. അതിന് ചണ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഈ പുളിയും മഞ്ഞളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പുളിമരവും പച്ചമഞ്ഞളൊക്കെ ഞാൻ ഇവിടെ വന്നാൽ കാണുന്നത് കേട്ടോ. ഇവിടെ നെല്ലുണ്ടായിരുന്നു, ഉഴുന്ന് പരിപ്പുണ്ടായിരുന്നു, മത്തങ്ങ, അങ്ങനെ ഭയങ്കര കൃഷിയായിരുന്നു ഇവിടെയൊക്കെ കേട്ടോ. മറ്റേത് 3 പുളിമരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. ഈ 3 പുളിമരത്തിലെയും പുളിയെടുത്ത് വലിയൊരു മുറ്റാണ്, മുറ്റം നിറച്ച് വലിയൊരു ടാർപ്പ് വിരിച്ച് അതിനകത്തേക്ക് നിറയെ പുളിയാണ്. ആ പുളിയാണ് ഞാനും അമ്മയും നാത്തൂനും കൂടെ, ഞങ്ങൾ 3 പേരെയും ഇത് തന്നെയായിരുന്നു ജോലി. എന്നിട്ട് ഞങ്ങൾ വലിയ 2 ചീനഭരണിയുണ്ട്, അത് നിറച്ചങ്ങോട്ട് വെക്കും. ഈ ഗൾഫിലൊക്കെ പോകുന്നവരില്ലേ, ഞങ്ങളുടെ അടുത്തൊക്കെ കുറേ പേരുണ്ട് കേട്ടോ. അവരൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് അത് ഞങ്ങൾ വിൽക്കുമായിരുന്നു കേട്ടോ. അന്ന് കിലോയ്ക്ക് 40 രൂപയായിരുന്നു, 1 കിലോ പുളിക്ക് 40 രൂപ. അത് ഇത്തരം പുളിയൊന്നും അല്ല കേട്ടോ, നല്ല അടിപൊളി കറുകറായിരിക്കുന്ന പുളിയാണ്. അതേപോലെ പുളിന്തേനും ഞങ്ങൾ അത് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുളി ഇതേപോലെ ഇടിച്ച് ചണയാക്കിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് അത് കറുത്ത് വരുന്നത് വരെയും ഉണക്കിയെടുക്കും. 1 മണിക്കൂർ വെയിലത്തിട്ടിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നമ്മളത് ആ പുളി തിരിച്ചങ്ങോട്ട് ഇട്ട് അങ്ങനെ നമ്മൾ പുളി ഉണക്കി എടുക്കാറാണ് പതിവ്. നേരത്തെ ഞാൻ 3 പുളിമരം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു പുളിമരം പഞ്ചാരപ്പുളിയായിരുന്നു കേട്ടോ. നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു, ഉപ്പൊക്കെ കൂട്ടി കഴിക്കുമെന്ന് ഇവിടെ ഉള്ളവർ പറയാറുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ വഴി വെട്ടാൻ വേണ്ടി ആ പുളിമരം അങ്ങ് വെട്ടി, മുൻവശത്തായിരുന്നേ. പിന്നെ ഒരു പുളിമരം നമ്മൾ ഇതേപോലത്തെ പുളിയായിരുന്നു ഇപ്പം കാണിക്കുന്നത് പോലെ, അത് വീട് വെക്കാൻ വേണ്ടി വെട്ടി. അപ്പുറത്തെ വീട്ടിലെ പുളി ഞാൻ കൂടെ പറയുന്നില്ല, അയലത്തെ വീട്ടിലെ പുളി. അയലത്തെ വീട്ടിലെ ആ കമ്പിങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ 2-3 വർഷത്തേക്കുള്ള പുളി ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും. കഴിഞ്ഞ വർഷവും എടുത്ത പുളി ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിനി അടുത്ത ഈ പുളിയൊക്കെ ഉണങ്ങുമ്പോഴത്തേക്ക് ആ പുളിയും കൂടെ കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പുളിയും ഇടിച്ചങ്ങോട്ട് പരുവത്തിലാക്കി 5 ചണ കിട്ടി കേട്ടോ എനിക്ക്. അപ്പോൾ 5 ചണയും നമ്മൾ വെയിലത്ത് വെച്ചങ്ങോട്ട് ഉണക്കാൻ ഇടാം. ഈ പുളി നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. നമുക്ക് കയ്യിൽ നീരൊക്കെ വരും, ചിലർക്ക് കൈവേദന വരും. പിന്നെ ഇതിനകത്തൊരാൾ കമൻ്റ് ഇട്ടായിരുന്നു തല ചുറ്റലായിരുന്നെന്ന്. കറക്റ്റാണ് കേട്ടോ, എൻ്റെ കൈയൊക്കെ നീരായിരുന്നു, പിന്നെ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു കേട്ടോ. എങ്കിലും നമുക്ക് പുളി വേണമല്ലോ, അതുകൊണ്ട് പിന്നെ കിട്ടിയ പുളി നമുക്ക് കളയുന്നത് എങ്ങനെ, നല്ല പുളിയുമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉണക്കി എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ കാണുന്നത് വരെ ദേ പോയി നാളെ വരാം.